നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കാഷ്യൂ ഫ്രൈ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 500 ഗ്രാം ചിക്കൻ പീസാക്കി എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ സ്റ്റഫ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാൽ ഒരുപാട് വലിയ പീസാക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഒരിഗാനോ, 1 മുട്ട, അതേപോലെ 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ആണ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഓയിസ്റ്റർ സോസ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഉപ്പാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. ചിക്കനിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യുന്നതിനായിട്ട് കാഷ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിനു ശേഷം ഓരോ ചിക്കനും എടുത്ത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് കാഷ്യൂ വെച്ച് മറ്റേ സൈഡ് കൊണ്ട് അത് കവർ ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാ ചിക്കൻ്റെ ഉള്ളിലും ഞാൻ കാഷ്യൂസ് സ്റ്റഫ് ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ മുരിച്ചെടുക്കുക. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ കാഷ്യൂസ് ഒന്നും പുറത്ത് ചാടി പോകത്തില്ല. നന്നായി സ്റ്റഫ് ആവാത്തത് മാത്രം പുറത്തു പോകാനുള്ള ചാൻസ് ഉള്ളൂ. ചിക്കൻ്റെ ഒപ്പം കാഷ്യൂ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ 2 സൈഡും നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ കാഷ്യൂ എല്ലാം ചിക്കനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് 3 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കാഷ്യൂ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.